ഓം നമോ വെങ്കടേശായ. ഗോവിന്ദചരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 300 രൂപ ദർശനം, 300 രൂപ സ്പെഷ്യൽ എൻട്രി ദർശനത്തെ കുറിച്ചിട്ടാണ്. ഇത് വീഡിയോ എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഓൺലൈനായി ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളെ പറ്റിയും അതുപോലെ എങ്ങനെ ഈസിയായി ഇത് ബുക്ക് ചെയ്യാമെന്നതിനെ പറ്റിയും എങ്ങനെ ഓൺലൈൻ അക്കോമഡേഷൻ ബുക്ക് ചെയ്യാമെന്നതിനെ പറ്റിയും എല്ലാം ഈ വീഡിയോയിൽ വിശദമാക്കുന്നു. ഈ ടിക്കറ്റ് ഓൺലൈൻ ആയാണ് പർച്ചേസ് ചെയ്യുന്നത്. TTD മൊബൈൽ ആപ്പ് വഴിയും അതുപോലെ TTDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ജൂലൈ മാസത്തെ ടിക്കറ്റ് ഈ ഏപ്രിൽ ഓപ്പൺ ആകുന്നതാണ്. ഏപ്രിൽ ഏകദേശം 24-ാം തീയതി 10 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും തിരുപ്പതി ഭഗവാനെ കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ബുക്ക് ചെയ്ത് ഭഗവാന്റെ ദർശനം ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ മാസവും ഈ 300 രൂപ ദർശനം ടിക്കറ്റ് വഴി ഏകദേശം 4,50,000 ടിക്കറ്റുകളാണ് റിലീസ് ചെയ്യുന്നത്. ഈ ടിക്കറ്റുകൾ ഓഫ്ലൈനായി കിട്ടുകയില്ല. വേറെ ഒരിടത്തും തിരുപ്പതിയിലും തിരുമലയിലും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ഒരു രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മിനിമം ഒരു ടിക്കറ്റ്, അതല്ലെങ്കിൽ അതേ സെയിം മൊബൈൽ ഉപയോഗിച്ച് മാക്സിമം 6 ടിക്കറ്റ് വരെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ദർശനം ഫ്രീ ആണ്. ഏജ് പ്രൂഫ് കാണിക്കുന്നതിനായി അവരുടെ സ്കൂൾ ID, ആധാർ കാർഡ് നിർബന്ധമാണ്. 12 വയസ്സും അതിനു മുകളിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും നിർബന്ധമായും ദർശന ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന ഭക്തർ അവർ മെയിനായിട്ടും ആധാർ കാർഡാണ് ID പ്രൂഫായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇന്ത്യയിലെ ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ളവർ മെയിൻ ആധാർ കാർഡ് തന്നെ വെച്ച് ബുക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഈ ടിക്കറ്റും ഒറിജിനൽ ആധാർ കാർഡും നിങ്ങൾ ദർശനത്തിന് വരുമ്പോൾ നിർബന്ധമായും കൊണ്ടുവരണം. NRI പീപ്പിൾസ്, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർക്ക് മാത്രമേ പാസ്പോർട്ട് ഉപയോഗിച്ച് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകൂ. അവർക്ക് ഈ പാസ്പോർട്ട് ID പ്രൂഫായി ഉപയോഗിക്കാവുന്നതാണ്. ദർശനത്തിന് വരുന്ന സമയത്ത് ഒറിജിനൽ പാസ്പോർട്ട്, വിസ കോപ്പി, ഒറിജിനൽ ടിക്കറ്റ് ഇവ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിലുള്ളവർ ദർശനത്തിന് ആധാർ കാർഡ് തന്നെ ഉപയോഗിക്കണം. ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് മാത്രമേ പാസ്പോർട്ട് ഉപയോഗിച്ച് ദർശന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഒരിക്കൽ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുകയില്ല. നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാനായിട്ടോ റീഫണ്ട് ഓപ്ഷൻസ് ഒന്നും തന്നെ ഇതിലില്ല. അപ്പോൾ നിങ്ങൾ ഏത് ID പ്രൂഫ് ഉപയോഗിച്ചാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആ ID പ്രൂഫ് തന്നെ നിങ്ങൾ കയ്യിൽ കരുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ദർശനം ലഭിക്കുകയുള്ളൂ. ഒരു വ്യക്തി 300 രൂപ ദർശന ടിക്കറ്റ് ഒരിക്കൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അടുത്ത 30 ദിവസത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. ബൈ യൂസിങ് സെയിം മൊബൈൽ നമ്പർ, സെയിം ലോഗിൻ ID, സെയിം ആധാർ കാർഡ് ആൻഡ് ഇമെയിൽ ID. ഈ 30 ദിവസത്തെ റൂൾ അപ്ലൈ ചെയ്യുന്നത് ആ സെയിം മൊബൈൽ നമ്പർ, സെയിം ആധാർ കാർഡ്, സെയിം ഇമെയിൽ ID. അപ്പോൾ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് എന്നാണ് നിങ്ങൾക്ക് ദർശനം എടുത്തിട്ടുള്ളത് ആ ദർശനത്തിൻ്റെ ദിവസം തൊട്ട് 30 ദിവസത്തേക്ക് അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ ടിക്കറ്റ് എടുത്ത ദിവസം തൊട്ടല്ല, നിങ്ങൾ എന്നാണ് ദർശനത്തിന് പോകുന്നത് ആ ദിവസം തൊട്ടാണ് ഈ 30 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ആ ടിക്കറ്റ് എടുത്ത ദിവസം ദർശനത്തിന് പോകാൻ സാധിച്ചില്ല, നിങ്ങൾ വേറെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് 30 ദിവസത്തേക്ക് ഈ റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ദർശനത്തിന് പോകാം, പോകാതിരിക്കാം. എന്നിരുന്നാലും ആ ദർശനത്തിൻ്റെ ദിവസം മുതൽ 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് സെയിം മൊബൈലോ ആധാർ കാർഡോ ഇമെയിൽ IDയോ ഉപയോഗിച്ച് ദർശന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഈ സെയിം മൊബൈൽ നമ്പറും ആധാർ കാർഡും ഇമെയിൽ IDയും ഉപയോഗിച്ച് മറ്റുള്ള ദർശനങ്ങളായ സീനിയർ സിറ്റിസൺഷിപ്പ് ദർശൻ, അംഗപ്രദക്ഷിണം ദർശൻ, അർച്ചിത സേവാ ദർശൻ, VIP ബ്രേക്ക് ദർശൻ, ലക്കി ഡിപ്പ് അങ്ങനെയുള്ള എല്ലാതും നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ റെസ്ട്രിക്ഷൻ അപ്ലിക്കബിൾ ആവുന്നത് 300 രൂപ ദർശനത്തിന് മാത്രമാണ്. നമ്മുടെ ആധാർ കാർഡ് വെച്ച് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പകരമായി വേറെ ആർക്കും ആ ആധാർ കാർഡ് ഉപയോഗിച്ച് ദർശനം ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ തന്നെ ദർശനത്തിന് എത്തിച്ചേരേണ്ടതാണ്.
ഈ ടിക്കറ്റ് ഉപയോഗിച്ച് ഓൺലൈൻ TTD അക്കോമഡേഷൻ ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു രജിസ്ട്രേർഡ് മൊബൈലിൽ നിന്ന് മിനിമം 2 ടിക്കറ്റെങ്കിലും നിങ്ങൾ എടുത്തിരിക്കണം. അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നതിനുള്ള ലിങ്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ആ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് താഴെ ലിങ്ക് കാണാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് മിനിമം 2 ടിക്കറ്റെങ്കിലും എടുത്താൽ മാത്രമേ ഈ അക്കോമഡേഷൻ്റെ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒരാളാണ് ബുക്ക് ചെയ്തതെങ്കിൽ, ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ദർശനം ടിക്കറ്റ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കോമഡേഷൻ്റെ ലിങ്ക് ഡിസേബിൾ ആയിരിക്കും. TTD ഓൺലൈനായും ഓഫ്ലൈനായും സിംഗിൾ ഇൻഡിവിജ്വൽസിന് അക്കോമഡേഷൻ ബുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അത് തിരുപ്പതിയിലും തിരുമലയിലും ഇതുപോലെ തന്നെ. ഇനി വേറെ ഒരു കാര്യം, നമ്മൾ പറഞ്ഞതുപോലെ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച്, ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാക്സിമം 6 പേർക്ക് നമ്മൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അക്കോമഡേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടിക്കറ്റിൽ 6 പേരുണ്ടെങ്കിലും ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റൂം മാത്രമേ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കൂടെ 4 അഡൽട്സും 4 ചിൽഡ്രൻ, 4 കുട്ടികളുമാണുള്ളതെങ്കിൽ 2 മൊബൈൽ ഡിവൈസ് ഉപയോഗിച്ച്, 2 രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 റൂം അവൈലബിൾ ആയിട്ട് ലഭിക്കും. കുട്ടികളെ അവരുടെ പേരൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടായി വരും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഒരു രജിസ്ട്രേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റൂം മാത്രമേ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ഒരു റൂം ബുക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു രജിസ്ട്രേർഡ് നമ്പർ ഉപയോഗിച്ച് 2 ദർശന ടിക്കറ്റെങ്കിലും എടുത്തിരിക്കണം. അതാത് മാസത്തെ അക്കോമഡേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ അക്കോമഡേഷൻ 300 രൂപ ദർശന ടിക്കറ്റ് ഉള്ളവർക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ATC സർക്കിളാണ് 300 രൂപ ദർശനത്തിൻ്റെ റിപ്പോർട്ടിംഗ് പ്ലേസ്. 2 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾ തീർച്ചയായും റിപ്പോർട്ടിംഗ് പ്ലേസിൽ എത്തിച്ചേരേണ്ടതാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങളുടെ ഡ്രസ് കോഡാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടെ ഇത് ചെക്ക് ചെയ്യുന്നത്. മെൻസ്, ആണുങ്ങൾ ഷർട്ട്, മുണ്ട്, കുർത്ത, പൈജാമ. സ്ത്രീകൾ സാരി, ചുരിദാർ വിത്ത് ഷോൾ നിർബന്ധമായും ധരിക്കണം. മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, ലാർജ് ലഗേജ്, ഇലക്ട്രോണിക്കൽ ഐറ്റംസ് ഇതെല്ലാം നിങ്ങൾക്ക് ദർശനത്തിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നിങ്ങൾ അക്കോമഡേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവിടെ വെച്ച് സമാധാനത്തോടെ പോയി ദർശനം ചെയ്യൂ. ഇനി ഇതല്ല, നിങ്ങൾ റൂം ബുക്ക് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ കൈവശം ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ ലഗേജ് ആൻഡ് മൊബൈൽ ഡെപ്പോസിറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ആഫ്റ്റർ ദർശനം ഈ ഐറ്റംസ് എല്ലാം PAC ഫോർ ലഗേജ് ആൻഡ് മൊബൈൽ കളക്ഷൻ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്നതാണ്. അവിടെ സൈൻ ബോർഡ്സ് എല്ലാം കാണാം. നിങ്ങൾക്കത് നോക്കി പോയി നിങ്ങൾക്ക് കറക്റ്റ് കൗണ്ടറിൽ ചെന്ന് നിങ്ങളുടെ ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ദർശനത്തിന് പോകുന്ന സമയത്ത് ഭക്തർക്ക് കുടിക്കാനുള്ള വെള്ളം, ചെറിയ സ്നാക്സ്, ചെറിയ ബാക്ക് പാഗ്, നിങ്ങളുടെ കൂടെ ഇൻഫൻ്റ് ഉണ്ടെങ്കിൽ ഇൻഫൻറ്റിൻ്റെ ബാഗ്, ഡയപ്പർ ബാഗ്, അവരുടെ അവശ്യ വസ്തുക്കൾ, ചെറിയ ഫുഡ് ഐറ്റംസ്, എസെൻഷ്യൽ ആയിട്ടുള്ള ചെറിയ ടോയ്, ഡ്രസ്സ്, അവരുടെ വൈപ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ്. ഏകദേശം ദർശനത്തിൻ്റെ സമയം പറയുന്നത് 2 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയാണ്. നോർമൽ ഡേയ്സിൽ, വീക്കെൻഡ്സിൽ എന്തായാലും വെയിറ്റിംഗ് സമയം കൂടാനാണ് സാധ്യതയുള്ളത്. ഭക്തജന തിരക്കനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് ദർശനത്തിൻ്റെ സമയം. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരേപോലെയാണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾക്ക് എളുപ്പം തന്നെ ദർശനം ലഭിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദർശനം കഴിഞ്ഞാൽ ലഡു കൗണ്ടറിൽ പോയി ലഡു വാങ്ങാം. ഒരാൾക്ക് ഒരു ഫ്രീ ലഡു ലഭിക്കും. അഡീഷണൽ ചെറിയ ലഡുവിന് 50 രൂപയും വലിയ ലഡുവിന് 200 രൂപയുമാണ്. നിങ്ങൾ ദർശനം ബുക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അഡീഷണൽ ലഡു ആഡ് ചെയ്യാവുന്നതാണ്. TTD മൊബൈൽ ആപ്പ് വഴിയും TTD ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലോ ലാപ്ടോപ്പോ ടാബ്ലറ്റോ അതുപോലെ ഡെസ്ക്ടോപ്പോ എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 300 രൂപ ദർശനം എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്
നിങ്ങൾക്ക് മൊബൈൽ ഡിവൈസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, ടാബ്ലറ്റ് ഇവയെല്ലാം ഉപയോഗിക്കാം. ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക. അതിലൂടെ OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിന് ഒരു 5 മിനിറ്റ് മുന്നെങ്കിലും നിങ്ങളുടെ ഡിവൈസ് എല്ലാം സെറ്റാക്കി ലോഗിൻ എല്ലാം കൊടുത്ത് ഇരിക്കുക. നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പിൽഗ്രിം സർവീസ് എന്ന പേജ് കാണാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജൂലൈ മാസത്തെ ദർശനം ഏപ്രിൽ 24 തീയതി 10 മണിക്ക് ഓപ്പൺ ആകും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 9:55 തന്നെ എല്ലാം റെഡിയാക്കി ലോഗിൻ എല്ലാം ഓപ്പൺ ആക്കി ഇരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരേ മൊബൈൽ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ മൾട്ടിപ്പിൾ ഡിവൈസസ് ഒരേ സമയം ലോഗിൻ ചെയ്യാം. ഫണ്ട്സ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് വെയിറ്റിംഗ് പീരീഡ് വരും. ഏതിലാണ് ലെസ് വെയിറ്റിംഗ് പീരീഡ് ഉള്ളത് ആ ഡിവൈസ് ഉപയോഗിച്ച് നിങ്ങൾ ദർശൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ഡിവൈസും നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസ് ഓപ്പൺ എന്നുള്ള എറർ നിങ്ങൾക്ക് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏതിലാണ് വെയിറ്റിംഗ് പീരീഡ് കുറവ് വരുന്നത് ആ ഡിവൈസ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. വെയിറ്റിംഗ് പീരീഡ് കുറവുള്ള ആ ഡിവൈസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാ ഡിവൈസും അപ്പം തന്നെ ക്ലോസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് എൻഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്കിംഗ് മന്ത് ഓപ്പൺ ആയി വരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക, നമ്പർ ഓഫ് ടിക്കറ്റ്, അതുപോലെ തന്നെ ദർശൻ ടൈം സ്ലോട്ട് ഇവ ബുക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അഡീഷണൽ ലഡു വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഹുണ്ടി ഓഫർ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. നേരെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആരൊക്കെ ദർശനത്തിന് പോകുന്നു അവരുടെ എല്ലാം ഡീറ്റെയിൽസ് ആണ് അടുത്തതായി ഫിൽ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. ആരൊക്കെയാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ്, നെയിം, ഏജ്, ജെൻഡർ, ഫോട്ടോ ഐ ഡി നമ്പർ ഇതെല്ലാം ആദ്യം തന്നെ ഫിൽ ചെയ്യുക. അതിനുശേഷം ജനറൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇമെയിൽ ID, സിറ്റി, സ്റ്റേറ്റ്, കൺട്രി, പിൻകോഡ് ഇതെല്ലാം തന്നെ ഫിൽ ചെയ്യേണ്ടതാണ്. ഇത് ഈസി മെത്തേഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഒരു നോട്ട് പാഡിൽ ആദ്യമേ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കുക. ഇനി NRI പീപ്പിൾസ് ആണ് 300 രൂപ ദർശനം ബുക്ക് ചെയ്യുന്നതെങ്കിൽ അഡീഷണൽ ആയി അവർക്ക് അവരുടെ പാസ്പോർട്ട് നമ്പർ, കൺട്രി, വിസ നമ്പർ, ടൈപ്പ് ഓഫ് വിസ വാലിഡിറ്റി ഡീറ്റെയിൽസ് ഇതെല്ലാമാണ് ഫിൽ ചെയ്യേണ്ടതായി വരുന്നത്. അടുത്തതായി നിങ്ങൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് 3 തരത്തിലുള്ള പേയ്മെൻറ്റ് മെത്തേഡ് ആണുള്ളത്. ഒന്ന് UPI മെത്തേഡ്, രണ്ടാമത്തത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വെച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്, ഓർ നെറ്റ് ബാങ്കിങ്. ഇതിലേതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. വൺസ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റ് വരുന്നതായിരിക്കും. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിംഗ് ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എപ്പോഴും ഹയർ നമ്പർ ഓഫ് ടിക്കറ്റ് അവൈലബിലിറ്റി ഉള്ള സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുക. അതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് ഒരിക്കലും ബാക്ക് പേജ് ഓർ ബാക്ക് ഓപ്ഷൻസ് നിങ്ങൾ എടുക്കരുത്. ബാക്ക്വേർഡ് പോയി കഴിഞ്ഞാൽ ഈ പ്രോസസ്സിംഗ് സ്റ്റക്ക് ആവുന്നതാണ്. അതിനാൽ ഇത് 2 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒരു നോട്ട് പാഡിൽ മുന്നേ തന്നെ നിങ്ങൾ ഫിൽ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് മെത്തേഡിലൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ദർശനം ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. വീണ്ടും പുതിയ കൊച്ചു അറിവുകളുമായി ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നന്ദി, നമസ്കാരം. ഓം നമോ വെങ്കടേശായ.